ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിലേക്കുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 21 സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായി 102 സീറ്റുകളിലേക്കാണ് 19-ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുക. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും അടക്കമുള്ള ദേശീയ നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങളിൽ ജനകീയ വിഷയങ്ങളും പരസ്പര വാഗ്വാദങ്ങളുമായി പ്രചാരണത്തിലാണ്. സ്വാതിയുണ്ട് ദില്ലിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. സ്വാതി, മറ്റന്നാളാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുക. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് മറ്റന്നാൾ ജനവിധി എഴുതാൻ പോകുന്നത്? ദേശീയ നേതാക്കൾ ഇപ്പോൾ പ്രചാരണ രംഗത്തേക്ക് ഇറക്കിയതോടുകൂടി ഇരട്ടി ആവേശത്തിലാണ് രാജ്യമെങ്ങും തന്നെ. പ്രധാനമന്ത്രി ഒപ്പം രാഹുൽ ഗാന്ധി, സീതാറാം യെച്ചൂരി അടക്കമുള്ള നിരവധി ദേശീയ നേതാക്കൾ ഇപ്പോൾ പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായും കീർത്തി, എന്തായാലും ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് 19-ാം തീയതി, അതായത് മറ്റന്നാൾ നടക്കാനിരിക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ് എല്ലാ നേതാക്കളും പാർട്ടികളും. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് 19-ന് നടക്കാനിരിക്കെ 21 സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ഉൾപ്പെടെ 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. വലിയ ആവേശത്തിൽ തന്നെയാണ് നേതാക്കളൊക്കെ തന്നെയും. വലിയ വിഷയങ്ങളൊക്കെ തന്നെ പ്രചരണ ആയുധമായി എടുത്തുകൊണ്ട് ദേശീയ നേതാക്കളടക്കം സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അടക്കമുള്ള നേതാക്കൾ ഈ പ്രചരണത്തിൽ എത്തിയിട്ടുണ്ട്. ഈ 21 സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ തമിഴ്നാട്, മേഘാലയ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഒറ്റ ഘട്ടത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള തമിഴ്നാട്ടിലും ആദ്യഘട്ട വോട്ടെടുപ്പ് 19-ാം തീയതി നടക്കാനിരിക്കുകയാണ്. എന്തായാലും പശ്ചിമ ബംഗാളിലും 3-ഉം മണിപ്പൂരിൽ 2 സീറ്റുകളിലേക്കുമുള്ള വോട്ടെടുപ്പാണ് നടക്കുന്നത്. രാജസ്ഥാനിൽ 12 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ആവേശം നേതാക്കളിലൊക്കെ തന്നെയുമുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ എന്തായാലും പ്രമുഖ നേതാക്കളടക്കം ജനവിധി തേടുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ കണക്കാക്കേണ്ടി വരും. രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഒക്കെ നാളെ വാർത്താ സമ്മേളനത്തിൽ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി എന്തായാലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സീതാറാം യെച്ചൂരിയും വിവിധ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുന്നുണ്ട്. നമുക്കറിയാം, പ്രതിപക്ഷത്തിന് വലിയ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ട്. ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങൾ, തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ ED ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇതൊക്കെ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും പ്രചാരണത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മോദിക്ക് ചൂണ്ടിക്കാട്ടാൻ നിരവധി നേട്ടങ്ങൾ ഉണ്ട് എന്നാണ് BJP പറയുന്നത്. അവരതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അത്തരത്തിൽ പ്രചരണം നടത്തുമ്പോൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള BJPക്കെതിരായുള്ള ആരോപണങ്ങൾ മുൻനിർത്തിയായിരിക്കും പ്രചാരണം നടത്തുക. എന്തായാലും 19-ാം തീയതി നടക്കാൻ പോകുന്ന ആദ്യഘട്ട വോട്ടെണ്ണൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. തമിഴ്നാട്ടിൽ കന്നിമൊഴി അടക്കം ജനവിധി തേടുന്നുണ്ട്. എന്തായാലും വലിയ ആവേശത്തിലാണ് നേതാക്കളൊക്കെ തന്നെയും. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് രാജ്യമൊട്ടാകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളായി തന്നെ വിലയിരുത്തേണ്ടി വരും കീർത്തി. ശരി, സ്വാതിയാണ് ആ വിവരങ്ങൾ.